നമ്മളെ ഡ്രീമിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് എന്ന് നമുക്കൊരു ബോധ്യം വേണം. നമ്മളെ സ്വപ്നം അത് ചെറുതാണോ വലിയ സ്വപ്നമാണോ? ഈ വലിയ സ്വപ്നമാണെങ്കിൽ അതിന് ഏതാണ്ട് എത്ര സമയമാണ് നമുക്ക് ആവശ്യം? അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾ എന്താണ്? എൻ്റെ സബോർഡിനേറ്റ്സ് ചെയ്യേണ്ട റോൾ എന്താണ്? എന്നെക്കാളും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്? അത് ചിലപ്പം ഫൈനാൻസ് ആയിരിക്കാം, ചിലപ്പോൾ ലോ ആയിരിക്കാം, ചിലപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കാം. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയാണ് നമുക്ക് ആവശ്യം? ഇത്രയുള്ള ഒരു തറോ നോളജ് നമുക്ക് വേണം. പിന്നെ ഇതിനെ സംയോജിപ്പിക്കാനുള്ള ഒരു കഴിവും നമുക്ക് ആവശ്യം ആണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീമിൻ്റെ സ്വഭാവവും വലിപ്പവും അനുസരിച്ചാണ് നിങ്ങൾ ആളുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഇത് എന്താണെങ്കിലും നിങ്ങൾ അക്വയർ ചെയ്യുന്ന നോളജിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ചെറിയ ഡ്രീം ആണെങ്കിൽ കുറച്ച് പേരായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. വലിയ ഡ്രീം ആണെങ്കിലും പല ടൈറ്റിലുള്ള ഒരുപാട് പേര് ഉണ്ടാവും. അവരെ ഒരേ രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് ആ മൊമെൻറ്റം കറക്റ്റാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി. മൊമെൻറ്റം ക്രിയേറ്റ്സ് മണി ആൻഡ് ആക്ഷൻസ് ക്രിയേറ്റ് മൊമെൻറ്റം. Faster to learn, faster to decide, and faster to apply. That's it.